ഹലോ അസ്സലാമലൈക്കും. അപ്പം എന്താണ് എല്ലാ കൂട്ടുകാരുടെ വിശേഷം? എല്ലാവരും സുഖമായിട്ടും സന്തോഷമായിട്ടിരിക്കണമെന്ന് വിശ്വസിക്കുന്നു. ഈ ഒരു വീഡിയോ ഒരുപാട് നാൾക്ക് മുമ്പ് എടുത്തു വെച്ചതാണ്. അതായത് നമ്മുടെ ചെറിയ പെരുന്നാളിൻ്റെ തലേ ദിവസമുള്ളൊരു വീഡിയോ ആണ്. അപ്പം എല്ലാവരും പ്രതീക്ഷിക്കാണ്ടാണ് 29 നോമ്പ്, അതും കുറേ സമയമൊന്നും കാത്തിരിക്കാണ്ട് തന്നെ പറഞ്ഞ പോലെ നിലാവൊക്കെ കണ്ട് പെരുന്നാളെന്ന് കൺഫേമായി. അപ്പോൾ പെരുന്നാൾ എന്നും പറഞ്ഞിട്ട് നമ്മൾ അരിയോ ചിക്കനൊന്നും മേടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ പുറത്ത് പോകാൻ വേണ്ടിയിട്ട് നോമ്പറക്കലൊക്കെ കഴിഞ്ഞതിന് ശേഷം പുറത്ത് പോകാൻ വേണ്ടിയിട്ട് റെഡിയാവുകയാണ്. അപ്പോൾ എനിക്കൊരു പ്രതീക്ഷ, എനിക്കൊരു ആഗ്രഹം ഉണ്ടായിരുന്നു ചെറിയ പെരുന്നാൾ 29 നോമ്പ് കഴിഞ്ഞിട്ടാവണം എന്നുള്ളത്. അതായത് 30 നോമ്പ് കഴിഞ്ഞിട്ടാവുമ്പോൾ ഒരുപാട് ഡിലേ വരും. വ്യാഴാഴ്ചക്കൽക്കാവുമ്പോൾ ഞാൻ നാട്ടിൽ വന്നിട്ട് എനിക്ക് ഒരു ദിവസം മുമ്പേ കിട്ടുകയെന്നുണ്ടെങ്കിൽ 7 പെരുന്നാൾ കൂടി പോവായിരുന്നു. അല്ലെങ്കിൽ പറഞ്ഞുകൊണ്ട് അതായത് പെരുന്നാൾ കഴിഞ്ഞിട്ട് പിന്നത്തെ വെള്ളിയാഴ്ച ഞാൻ നാട്ടിൽ നിന്ന് തിരിച്ച് ലീവ് കഴിഞ്ഞിട്ട് പോകേണ്ട സമയമായിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ആഗ്രഹിച്ച പോലെ നോമ്പ് 29 കഴിഞ്ഞ പെരുന്നാൾ കിട്ടി. അങ്ങനെ ഫിത്ർ സക്കാത്തൊക്കെ കൊടുക്കാൻ വേണ്ടിയിട്ടൊക്കെ പോവാണ്. ഞങ്ങൾ കടയിലൊക്കെ പോയി വന്നതിന് ശേഷമാണ്. അതിൻ്റെ ഇടയിൽ പിന്നെ എല്ലാവരും മൈലാഞ്ചി ഇടാനുള്ള തിരക്കും അങ്ങനെയൊക്കെ ആയിട്ട് നീങ്ങിപ്പോണ്. എനിക്ക് പറഞ്ഞ പോലെ മൈലാഞ്ചി ഇടാനൊന്നും അറിയാത്തതുകൊണ്ട് തന്നെ ഞാനിപ്പോൾ എല്ലാവരും ഫാഷനല്ല സ്റ്റിക്കർ അടിച്ചതുമ്മ ഇട്ട് കൊടുക്കൽ. എന്നാൽ അത്യാവശ്യം അറിയാത്തവർക്ക് അതൊരു ഭംഗി തന്നെയാണ് കേട്ടോ. പിന്നെന്താ, നിങ്ങളൊക്കെ പെരുന്നാളൊക്കെ എങ്ങനെയായിരുന്നു എന്നൊക്കെ പറയണേ. ഒത്തിരി ലേറ്റായിട്ടാണ് ഇപ്പോൾ വീഡിയോ ഇട്ടത്. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ പോരാനുള്ള തിരക്കും അങ്ങനെ ഇങ്ങനെയൊക്കെ ഇട്ട് പാക്കിങ്ങും പിന്നെ ഒരുപാട് പുറത്ത് പോയി തീർക്കാനുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാനൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ അതിൻ്റെ ഇടയിൽ പ്രതീക്ഷിക്കാണ്ട് നമ്മൾ വിചാരിക്കാത്ത ഓരോ കാര്യങ്ങളൊക്കെ വന്ന് വിട്ട്, അപ്പോൾ അതിൻ്റെ തിരക്കിലൊക്കെ പെട്ട് ഇപ്പോൾ ഈ വീഡിയോയിൽ ഒരേ ദിവസം ഒരേ പെരുന്നാളും എങ്ങനെയൊക്കെയായിരുന്നു എന്നുള്ളതൊക്കെ തന്നെയാണ്. പിന്നെ ഇതിപ്പോൾ പെരുന്നാളിൻ്റെ അന്ന് രാവിലെ നമ്മുടെ പെരുന്നാൾ ചായയാണ് ഇപ്പോൾ ഉണ്ടാക്കുന്നത്. അതിനുശേഷം അന്ന് ഉച്ചക്ക് ബീഫ് ബിരിയാണിയും പിന്നെ ചിക്കൻ പൊരിച്ചതാണ്. അതിൻ്റെ ഇടയിൽ പിന്നെ ഡ്രസ്സ് ഒക്കെ സെലക്ട് ചെയ്യുന്നുണ്ട്, ഏതൊക്കെ ഇടണം എന്നുള്ളത്. പെരുന്നാൾ കോടിയൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു, പക്ഷേ അത് വേറൊരു സാഹചര്യം കൊണ്ട് പെരുന്നാൾ കോടിയൊന്നും ഇട്ടില്ല. പിന്നെ അന്നത്തെ രാവിലെ നമ്മൾ പുറത്തൊക്കെ അത്യാവശ്യവും ഇറങ്ങി പിന്നെ പള്ളിയിലെ തക്ബീറൊക്കെ കേൾക്കാനും അതൊക്കെ. ഇപ്പോൾ നാട്ടിലുള്ള പെരുന്നാൾ എന്ന് പറയുമ്പോൾ അതൊരു സന്തോഷം വേറെയാണല്ലോ. അങ്ങനെ നമ്മളെ വീടിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് പള്ളി. അതുകൊണ്ട് തന്നെ നമുക്ക് പള്ളിയിൽ നല്ല വ്യക്തമായിട്ട് നമുക്ക് തക്ബീർ കേൾക്കാം. എല്ലാവരുടെ വീട്ടിലുണ്ടാവില്ലേ പെരുന്നാളിൻ്റെ അന്ന് ഇതുപോലെ മൈലാഞ്ചി കാണിച്ചു കൊടുക്കല്. അതായത് എത്രത്തോളം ചോന്നിട്ടുണ്ടെന്നുള്ളത് രാവിലെ എണീച്ച് വരുന്ന സമയത്ത് പറഞ്ഞ പോലെ മക്കളുടെ കൈ നോക്കാൻ അതൊരു സന്തോഷം വേറെയാണ്. അങ്ങനെ പറഞ്ഞ പോലെ രാവിലെ ചായ കുടിയൊക്കെ കഴിഞ്ഞ് പറഞ്ഞ പോലെ ചിക്കൻ മേടിച്ചിട്ടുണ്ടായിരുന്നില്ല. തലേ ദിവസം രാത്രി പോയപ്പോൾ അവിടെ ചിക്കൻ പെട്ടെന്ന്, അതായത് നോമ്പ് 29 തീർന്ന് പെട്ടെന്ന് പെരുന്നാളാവുന്ന ആരും പ്രതീക്ഷിച്ചിട്ടില്ല. അങ്ങനെ ചിക്കനൊക്കെ പോയി ചിക്കൻ കടയിലേക്ക് ആ സമയത്ത് എത്താണ്ടപ്പോൾ ഞാൻ വീട്ടിലേക്ക് തിരിച്ചു പോകുന്നത്. അതായത് ബീഫ് ബിരിയാണി ഓൾറെഡി ഉണ്ട്, പക്ഷേ എൻ്റെ മക്കളിൽ ഒരാൾ കഴിക്കാത്തതുകൊണ്ടാണ് ചിക്കൻ അതിൽ പൊരിക്കാമെന്ന് വിചാരിച്ചത്. അങ്ങനെ ഇതിപ്പോൾ തക്ബീറാണ്.
തക്ബീർ കേൾക്കാൻ ഇഷ്ടമില്ലാത്തവരാരും ഉണ്ടാവില്ലല്ലോ. അപ്പോൾ ഒത്തിരി വീഡിയോ എടുത്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ക്ഷമിക്കട്ടെ, ഒരുപാട് അതിൽ ഉൾപ്പെടുത്തിയുണ്ട്. അങ്ങനെ ഇത്താത്താടെ ഒരു മോന് അവൻ്റെ വീടിൻ്റെ അടുത്തുള്ള പള്ളിക്ക്, അതായത് പെരുങ്ങാട് പള്ളിക്കും പോയി. ഇത്താത്ത ഇവിടെ അവരെ വീട്ടിൽ വെള്ളത്തിന് ഉപ്പ് കയറിയിട്ട് അവരിപ്പോൾ ഇവിടെ ഉണ്ട് ഒരു മാസത്തോളമായിട്ട്. അപ്പോൾ പിന്നെ നമ്മൾ ആകെ വീട്ടിൽ നിന്ന് പറയാൻ 2 ആളല്ലേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ പോണ ആ ഒരു സമയം കൊണ്ടൊക്കെ തന്നെ ഞാൻ പറഞ്ഞേക്കാണ്ട് നിർത്തിയേക്കണതെന്ന്. അങ്ങനെ ഇത്താത്തയുടെ ഇളയ മോന് പറഞ്ഞു വിട്ട് പള്ളിക്ക് പോകാൻ വേണ്ടിയിട്ട് ഇറങ്ങി നിൽക്കുന്ന സമയത്ത് ഫോട്ടോ ഒക്കെ എടുത്തതാണ്. അങ്ങനെ അവനും അങ്ങോട്ട് പള്ളിക്ക് നടന്ന് പെരുന്നാളിന് വീട്ടിൽ സ്പെഷ്യൽ എന്ന് പറയുന്നത് പഴംപൊരിയാണ്. അതായത് ചായയുടെ കടിയെന്ന് പറഞ്ഞിട്ട് സ്പെഷ്യലായിട്ടൊന്നും ഉണ്ടാക്കില്ല. അതായത് നോമ്പ് കഴിഞ്ഞിട്ട് പിറ്റേ ദിവസം നമുക്ക് അങ്ങനെ ഭക്ഷണം കഴിക്കണം എന്നുള്ള ഒരു ത്വരയൊന്നും ഉണ്ടാവില്ലല്ലോ. അതുകൊണ്ട് തന്നെ നമ്മൾ ചായയുടെ കടിയെന്നായിട്ടും പിന്നെ വിരുന്നാരൊക്കെ വരികയാണെന്നുണ്ടെങ്കിൽ നമുക്ക് വെച്ച് കൊടുക്കാനൊക്കെ ആയിട്ട് നമ്മൾ പഴംപൊരിയാണ് സ്പെഷ്യലായിട്ട് ഉണ്ടാക്കുക. അത് ഇന്നും തന്നെയല്ല, എപ്പോഴും അങ്ങനെ തന്നെയാണ്. അങ്ങനെ അതിൻ്റെ ഇടയിൽ ഞാനും ചിക്കന് 2ാമത് പോയി മേടിച്ചുകൊണ്ട് വന്ന് അങ്ങനെ ചിക്കന് പൊരിക്കാൻ അത് മാവൊക്കെ പറ്റി റെഡിയാക്കി. മാവ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സ്പെഷ്യലൊന്നും ഇല്ല കേട്ടോ. ഉപ്പും മുളകും മഞ്ഞപ്പൊടിയും തേച്ച് അതങ്ങോട്ട് പൊരിക്കാൻ മാറ്റി വെച്ച് അതിൻ്റെ ഇടയിൽ അത് പൊരിക്കാനുണ്ട്. പിന്നെ ബീഫ് ബിരിയാണിയൊക്കെ റെഡിയാക്കിയിട്ട് അത് ദമ്മിട്ട് അത് സെറ്റായിട്ടുണ്ട്. പിന്നെ കച്ചമ്പർ ഉണ്ടാക്കിയിട്ടുണ്ട്. ഈ ഒരു വീഡിയോയിൽ ഞാൻ പെരുന്നാളെന്നുള്ളൊരു ഡേ ഇൻ മൈ ലൈഫ് നല്ല ഉദ്ദേശിച്ചിട്ടുണ്ട്. 1-ാം പെരുന്നാൾ തുടങ്ങി ഒരു 7-ാം പെരുന്നാൾ വരെ ഏകദേശം ഉള്ള ഒരുപാട് വിശേഷങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ എല്ലാവരും വീഡിയോ ഫുള്ളായിട്ട് വാച്ച് ചെയ്യുക. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെടാത്തവരുണ്ടെങ്കിലും ഡിസ്ലൈക്ക് ചെയ്യുക. അതിനും നമുക്ക് പ്രശ്നമൊന്നുമില്ല കേട്ടോ. പിന്നെ അത് പണിയുടെ ഇടയിൽ എല്ലാവരും നമ്മൾ അടുക്കി ഒതുക്കി കഴുകി പാത്രങ്ങളൊക്കെ ഒതുക്കി വെക്കണം. അതായത് സ്ഥലപരിമിതിയൊക്കെ ഉള്ളതുണ്ടെങ്കിൽ പ്രത്യേകിച്ച്, അല്ലെങ്കിൽ നമുക്ക് പിന്നീടൊക്കെ എടുക്കുമ്പോൾ ഭയങ്കര മടിയാവും. അങ്ങനെ ഞങ്ങളെല്ലാവരും ഭക്ഷണം കഴിക്കാനിരുന്ന് പെരുന്നാളിൻ്റെ അന്ന് പ്രത്യേകിച്ച് പുറത്തൊന്നും പോയില്ല. ഉമ്മച്ചിയുടെ വീട്, അതായത് ഉമ്മച്ചിയുടെ നാട് വരെ ഒന്ന് പോയി വന്നല്ലാണ്ട് ഞാനോ മക്കളോ ഇത്താത്തൊന്നായിട്ട് എവിടെയും പോയൊന്നുമില്ല. പെരുന്നാളിന് ശേഷം ഒരു ചെറിയൊരു പ്രോഗ്രാം ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഇത് നമുക്ക് വിചാരിക്കാണ്ട് കിട്ടിയൊരു സന്തോഷമാണ്, നാട്ടിൽ ചെന്നിട്ട് ഒട്ടും പ്രതീക്ഷിക്കാണ്ട്. അപ്പം അങ്ങനെ അതും കഴിഞ്ഞതിൻ്റെ കൂടെ. പിന്നെ ആർക്കും ഇഷ്ടപ്പെടാത്തൊരു കാര്യമാണ് സിനിമക്ക് പോകുക എന്നുള്ളതൊക്കെ. അങ്ങനെ ഞങ്ങൾ വെള്ളിയാഴ്ച, ഇതിപ്പോൾ 1-ാം പെരുന്നാൾ കഴിഞ്ഞ് 2-ാം പെരുന്നാൾ വ്യാഴാഴ്ച, 3-ാം പെരുന്നാളിൻ്റെ അന്ന് വെള്ളിയാഴ്ച വീട്ടിലെ ഒരു ചെറിയൊരു ഫംഗ്ഷനും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ നേരിട്ട് സിനിമക്കാണ് പോയത്. എനിക്ക് നാട്ടിൽ ചെന്നിട്ട് സിനിമ കാണാൻ ഒരാഗ്രഹമൊക്കെ ആയിട്ട് അങ്ങനെ പോയതാണ്. അത്യാവശ്യം നല്ല പാടായിരുന്നു കേട്ടോ. ഇതിപ്പോൾ 4-ാം പെരുന്നാളിൻ്റെ അന്ന് രാവിലെ ഞാനും പിള്ളേരും കൂടിയിട്ട് ഒരു ചെറിയൊരു വീട് താമസം ഉണ്ടായിരുന്നു. അതിന് യാത്ര പോയി. അങ്ങനെ അവിടെ നിന്ന് നേരിട്ട് ഞാനും മക്കളും കൂട്ടിയിട്ട് ഇരിങ്ങാലക്കുട ചന്ത വഴി ഒന്ന് കറങ്ങി. അതായത് കൊണ്ടുപോകാൻ കുറച്ച് സാധനങ്ങളൊക്കെ മേടിക്കാനുണ്ടായിരുന്നു. പിന്നെ മക്കളായിട്ടൊന്ന് പുറത്ത് പോകണം. അതായത് ഈ നോമ്പൊക്കെ ആയിട്ട് നമ്മൾ ഈ പറഞ്ഞുകൊണ്ട് അത്യാവശ്യം നേർച്ച ഒക്കെ പോയി എന്നല്ലാണ്ട് നമ്മൾ പുറത്തൊന്നും മക്കളെയും കൊണ്ട് പോയിട്ടില്ല. അപ്പോൾ മക്കളായിട്ട് അങ്ങനെ പുറത്ത് പോയി ഒരു ഐസ്ക്രീമൊക്കെ മേടിച്ചു കൊടുത്ത് അങ്ങനെ 3 ആളെന്നുള്ള ആ ഒരു ലോകം എന്നുള്ളത് ഞങ്ങൾ ഉണ്ടാക്കിയെടുത്ത് അങ്ങനെ ഞങ്ങൾ ഐസ്ക്രീമൊക്കെ കഴിച്ച് ഇരിങ്ങാലക്കുട നിന്ന് യാത്ര ചെയ്ത് അങ്ങനെ അവിടെ ഞങ്ങൾ പോയത് ബൈക്കിനാണ് 3 ആളും കൂടിയിട്ട്. അതായത് ഞാൻ സ്കൂട്ടി എടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ തിരിച്ച് വരുമ്പോൾ ഈ പറഞ്ഞ പോലെ കുണത്തക്കുന്ന് എത്തിയപ്പോൾ നല്ലൊരു മഴ പെയ്ത്. അപ്പോൾ എനിക്കൊരു എന്തോ ഒരു സന്തോഷം തോന്നിയിട്ട് ഞാൻ എന്ത് ചെയ്തു, മഴയത്ത് അങ്ങനെ ഇവിടെ നാട്ടിൽ വന്നതിന് ശേഷം ആദ്യമായിട്ട് ഒരു മഴ കിട്ടിയെന്ന് കേട്ടോ. 2 മാസത്തോളത്ത് നിന്നിട്ട് തീരെ മഴ ഉണ്ടായിരുന്നില്ല. വീട്ടിൽ വരെ വശം മഴയും കൊണ്ട് വന്ന് വീട്ടിൽ വന്നപ്പോഴും മഴ കുറേ കളിച്ച് പിറ്റേ ദിവസം നല്ല പനിയായിട്ട് ജലദോഷവും തൊണ്ടവേദനയൊക്കെ ആയിട്ട് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. അപ്പോൾ തന്നെ ഉമ്മ പറഞ്ഞിട്ട് എൻ്റെ അടുത്ത് മഴയത്ത് കളിക്കണ്ട പോണ്ടെന്നുള്ളത്. തൊണ്ടവേദനയും പനിയും വന്നപ്പോൾ ഞാൻ പറഞ്ഞു നിന്നൊരു എക്സ്ക്യൂസ്. ഇനിയിപ്പോൾ അവിടെ ചെന്നിട്ട് ഇനിയിപ്പോൾ പനിയും ജലദോഷമൊന്നും വരില്ലല്ലോ, അതും ശരിയാണ് കേട്ടോ. ഇനിയിപ്പോൾ നമ്മൾ നാട്ടിൽ നിന്ന് പോയിട്ട് നമ്മൾ പുറത്തൊക്കെ ഒന്ന് വെച്ചിട്ട് വല്ല അസുഖങ്ങളൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ നമ്മളെ നോക്കാൻ ആരും അങ്ങനെ ഇല്ലല്ലോ. അതായത് നമ്മൾ അപ്പ് സ്റ്റെയർ ബെഡിലാണ് കിടക്കണത്, അങ്ങനെയൊക്കെ ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ടല്ലോ.
അങ്ങനെ പിന്നെ കല്യാണം ഉണ്ടായിരുന്നു. അങ്ങനെ ഒരു കല്യാണം പോയി കൂടി. നാട്ടിൽ വന്നിട്ട് ഈ പറഞ്ഞ പോലെ ഒരുപാട് മരണങ്ങൾ തന്നെയാണ്, മരണാവശ്യങ്ങളൊക്കെ ആയിട്ട് തന്നെയായിരുന്നു. അങ്ങനെ കല്യാണത്തിന് പോയിട്ട് തിരിച്ച് വരുന്ന കുറച്ച് നിമിഷങ്ങളൊക്കെയാണിത്. എന്നിട്ട് ഇതിപ്പോൾ പനി പിടിച്ച് ആവികൊള്ളണ ആ ഒരു ഇതാണ്. അങ്ങനെ പിന്നെ നമ്മൾ കുടുംബ വീടുകളിലൊക്കെ പോയി യാത്രയൊക്കെ പറഞ്ഞ്, പിന്നെ ഈ പറഞ്ഞുകൊണ്ട് നോമ്പ് കഴിഞ്ഞതിന് ശേഷം പോവാൻ മാറ്റിവെച്ച ഒരുപാട് കാര്യങ്ങളുണ്ടായിരുന്നു. മക്കളെയും കൊണ്ട് പുറത്ത് പോകാനും. അതിൽ എൻ്റെ ജീവിതത്തിൽ എൻ്റെ മക്കൾക്ക് വേണ്ടിയിട്ട് ഞാൻ ചെയ്തു കൊടുത്ത ഏറ്റവും വലിയ സന്തോഷങ്ങളിൽ എനിക്ക് ഒന്നായിട്ട് തോന്നണതാണ്. അതായത് നാട്ടിൽ വന്ന അന്ന് മുതൽ, അതായത് എൻ്റെ മക്കൾ അങ്ങനെ വലിയ വലിയ കാര്യങ്ങൾക്കൊന്നും വാശി പിടിക്കാറില്ല. പറഞ്ഞ പോലെ വെള്ളാങ്കല്ലൂർ അക്ഷയപാതയിൽ സ്വിമ്മിംഗ് പൂളിൽ പോയി കളിക്കണം എന്നുള്ളൊരു ആഗ്രഹം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഈ പറഞ്ഞ പോലെ ഇതിപ്പം ഞായറാഴ്ച, അതായത് നോമ്പ് കഴിഞ്ഞിട്ടുള്ള ആ ഒരു ഞായറാഴ്ചയാണ്. അങ്ങനെ ഞങ്ങളീ പറഞ്ഞ പോലെ കുടുംബമായിട്ട്, താത്താടെ മൂത്ത മോനെ ഞങ്ങളുടെ കൂടെ അങ്ങനെ കാര്യമായിട്ട് പുറത്തേക്കൊന്നും വരില്ല. പിന്നെ നമ്മളിൽ അതിനുള്ള സൗകര്യങ്ങളൊന്നുമില്ലല്ലോ. നമ്മൾ 2 സ്കൂട്ടി എടുത്താലും പിന്നെ സ്ഥലം ഉണ്ടാവില്ല. അങ്ങനെ ഇതിപ്പോൾ ഞങ്ങൾ കൊച്ചപ്പാടെ മോന് ഞങ്ങളവിടെ ആക്കി തന്ന്. വെള്ളാങ്കല്ലൂർ, സ്ഥലമൊന്നും കറക്റ്റ് അറിയില്ല, വെള്ളാങ്കല്ലൂരിൽ നിന്ന് കിഴക്കോട്ടല്ലല്ല കിഴക്കോട്ട്, അതായത് മെയിൻ സെൻറ്ററിൽ നിന്ന് കിഴക്കോട്ടേക്കുള്ള റൂട്ടിൽ നിന്ന് കുറച്ച് പോകണം. നല്ലൊരു സ്ഥലം തന്നെയാണ്. അതായത് നമുക്ക് മനസ്സിനൊക്കെ ഒരു സന്തോഷം തോന്നിയിട്ട് പോയിരിക്കാനും. എനിക്ക് തന്നെ ഉണ്ടെങ്കിൽ ജലദോഷം തൊണ്ടവനൊക്കെ ആയിട്ട് നല്ലൊരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു. എന്നാലും പോട്ടെ, മക്കൾക്ക് വേണ്ടിയിട്ടല്ലേ എന്നുള്ളതിൽ പോയി. അവിടെ എൻട്രി പാസ് വരുന്നത് 50 രൂപയാണ്. പിന്നെ സ്വിമ്മിംഗ് പൂളിന് വരുന്നത് ഒരാൾക്ക് 75 രൂപയാണ്. പിന്നെ അന്ന് അവിടെ ഈ പറഞ്ഞ പോലെ വിഷുവിൻ്റെ പ്രമാണിച്ച്, ഇതിപ്പോൾ വിഷുവിൻ്റെ അന്ന് കിട്ടുക, വിഷു തിങ്കളാഴ്ച ആയിരുന്നല്ല, തിങ്കളാഴ്ച നമ്മൾ പോയത്. ഏപ്രിൽ 14 ആണെന്ന് തോന്നണം അല്ലേ. അങ്ങനെ അവിടെ പോയിട്ട് പറഞ്ഞ പോലെ അത്യാവശ്യം കാണാനുള്ളതൊക്കെ പോയി കണ്ട്. പിന്നെ അവിടെ ഗാനമേള നടക്കേണ്ടിയിരുന്നു. അങ്ങനെ ഞങ്ങൾ കുറച്ച് നേരം അവിടെ വന്നിരുന്ന് നല്ല രസമുണ്ടായിരുന്നു കാണാനും. പിന്നെ നമ്മൾ മനസ്സിനൊക്കെ ഒരു, ഇപ്പോൾ നമ്മൾ നാട്ടിലൊക്കെ വന്നിട്ട് കുറേ കാശൊന്നും ഇല്ലാണ്ട് പോകാൻ പറ്റിയൊരു ചെറിയൊരു സ്ഥലം തന്നെയാണ്. അതായത് നമ്മളെ നമ്മളെ കയ്യിലുള്ളത് കൊണ്ട് തൃപ്തിപ്പെട്ട് പോയി വരാൻ പറ്റിയുള്ള ഒരു ചെറിയൊരു സ്ഥലം. അങ്ങനെ മക്കൾക്ക് പറഞ്ഞ പോലെ സീസോ അങ്ങനെ ഇങ്ങനെയൊക്കെ ഒരുപാട് ഇതിലൊക്കെ കയറാനും കളിക്കാനൊക്കെ പറ്റി. ഞങ്ങളും സമയം കൊടുത്തിട്ടാണ് ഞങ്ങൾ തിരിച്ചതുപോലെ രാത്രി 9 മണിയോടുകൂടി അവിടെ നിന്ന് പോകുന്ന രാത്രി 9:30 ആയപ്പോൾ വീട്ടിൽ തിരിച്ചെത്തി. പിന്നെ വേറെന്താ, അതായത് മക്കൾക്കൊപ്പം നമ്മളും ചെറുതാവല്ലേ വേണ്ടത്. അങ്ങനെ ഞാൻ ഊഞ്ഞാലാടി. പിന്നെ അതുപോലെ അവരെന്തിലൊക്കെ കയറി കളിച്ചു, അതിലൊക്കെ തന്നെ ഞാനും കയറി കളിച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പം നാട്ടിൽ വന്നിട്ട് ഈ പറഞ്ഞ പോലെ അത്യാവശ്യം നന്നായിട്ട് വണ്ണവും വെച്ച്, ഇനിയിപ്പോൾ അവിടെ ചെന്നിട്ട് വേണം ഒക്കെ കൺട്രോൾ ചെയ്യാൻ, അതായത് ഷുഗറും എന്തായാലും. എന്നാലും നല്ല ബുദ്ധിമുട്ടുണ്ട് പനിയായിട്ട്. എന്നാലും ഇത്രയും വിചാരിച്ചില്ല മഴ കൊള്ളുമ്പോൾ ഇത്രക്കും കാര്യമായിട്ട് വരുന്നുള്ളത്. അങ്ങനെ ഇവിടെ നിന്നൊക്കെ ഒരു കുറച്ച് നേരം കളിയൊക്കെ കഴിഞ്ഞിട്ട് ആ ഗാനമേളയിൽ, അതായത് ഉമ്മക്ക് ഭയങ്കര ഇഷ്ടമാണ് ഗാനമേളയൊക്കെ. അങ്ങനെ ഉമ്മ അവിടെ ഇരുന്ന് ഞാനും മക്കളും പിന്നെ സ്വിമ്മിംഗ് പൂളും കാര്യങ്ങളൊക്കെ വേണ്ടിയിട്ട് പോയി. അവരതിലൊക്കെ ഇറക്കാനും പിന്നെ അവർക്ക് കൂട്ടു നിൽക്കാനൊക്കെ വേണ്ടിയിട്ട്. പിന്നെ അവിടെ ഫ്രീ ആയിട്ട് പായസം വിളമ്പിയിട്ടുണ്ടായിരുന്നു. അത് ഞാൻ അത്യാവശ്യമായിട്ട് 2 ഗ്ലാസ്സും കുടിച്ചിട്ടാണ്. പറഞ്ഞ പോലെ എൻ്റെ ഉമ്മാടെ എനിക്ക് കുറേ ചീത്ത കേൾക്കും മധുരം കഴിക്കണ കാണുമ്പോൾ. മധുരം എന്നാലും അങ്ങനെ കഴിക്കില്ല, എന്നാലും മനസ്സുകൊണ്ട് ചില നേരത്തെ കൺട്രോൾ വിട്ട് പോകും. ഇപ്പം ഞാനിപ്പോൾ ഈ വോയിസ് കൊടുക്കുന്നുണ്ട്. ഞാൻ അൽഹംദുലില്ലാഹ് തിരിച്ച് നാട്ടിൽ നിന്ന് ജോലി സ്ഥലത്തെത്തി. അബുദാബിയിൽ അലൈനിൽ യൂണിവേഴ്സിറ്റിയിലാണ് വർക്ക് ചെയ്യണത്. അപ്പോൾ തിരിച്ചവിടെ എത്തി. അപ്പോൾ അവിടെ ഇരുന്ന് കൊണ്ട് ഉള്ള വോയിസാണ്. അപ്പോൾ ഇതിൽ ഒരുപാട് വോയിസിലൊരുപാട് പല പല സൗണ്ടുകളൊക്കെ കേൾക്കുന്നുണ്ടാവും, വണ്ടി പോണതും പിന്നെ ഒരേ മെഷീനുകളൊക്കെ വർക്ക് ചെയ്യണതൊക്കെ. അപ്പം അങ്ങനെ തിരിച്ച് നാട്ടിൽ നിന്ന് എത്തിയപ്പോൾ എല്ലാവരും ചോദിക്കും തിരിച്ചെത്തിയ എന്താണ് വിശേഷങ്ങളൊക്കെ. ഒരുപാട് വിശേഷങ്ങളുണ്ട്, ഇനിയും അപ്ലോഡ് ചെയ്യാനും എഡിറ്റ് ചെയ്യാനൊക്കെ ഉണ്ട്. അപ്പം നേരമില്ലാത്തതുകൊണ്ടൊക്കെ അങ്ങനെ വെച്ച് ഇരിക്കണം. പിന്നെ യൂട്യൂബിൻ്റെ കാര്യം പറഞ്ഞിട്ടുണ്ടല്ലോ, എന്തെങ്കിലും സക്സസ് ആവുമ്പോൾ സക്സസ് ആവട്ടെ. നമുക്കിതൊക്കെ പിന്നീടൊരു മെമ്മറബിളായിട്ടുള്ളൊരു എന്താ പറയുക, അങ്ങനെ കീപ്പ് ചെയ്ത് വെക്കുക ഇതിൽ പബ്ലിക് ആയിട്ട് തന്നെ. അങ്ങനെ മക്കൾ 3 ആളും കൂടിയിട്ട് അവരെ പെർഫോമൻസ് അവരെന്നെ ഉണ്ടാക്കിയാണ്. എന്നിട്ട് ഇത്താത്തിരുന്ന് പറയുന്നത് നിൻ്റെ മക്കൾക്ക് തന്നെയാണ് കേട്ടോ, അവർ അങ്ങനെ തന്നെയാണ് എന്തൊരു കാര്യത്തിലും അവർക്ക്. അതായത് 2 പെണ്ണും അവനൊരു ആൺകുട്ടിയായിട്ട് അവനക്കതിൽ കയറാൻ പറ്റിയില്ല. എൻ്റെ മക്കൾ 2 ആളും അതുമ്മ പൊത്തി പിടിച്ച് വെച്ചിട്ട് അതിലും കയറി.
എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് എന്തൊരു ആവശ്യം ഉണ്ടെങ്കിലും അവരങ്ങനെ ഒറ്റയ്ക്ക് ചെയ്യാൻ ഞാൻ പഠിപ്പിച്ചിട്ടുണ്ട്. അവർക്ക് അറിയാൻ തന്നെ. പിന്നെ ഒന്നാമത്തെ സാഹചര്യം അങ്ങനെയെന്നുള്ളത് അവർക്ക് അറിയാൻ നല്ല പോലെ. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് ഗാനമേളയും പിന്നെ അത്യാവശ്യം ഭക്ഷണമൊന്നും നമ്മൾ വീട്ടിൽ നിന്ന് കൊണ്ടുപോയിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. അത്യാവശ്യം ചിപ്സൊക്കെ എടുത്ത് കൈ പിടിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ വീടിൻ്റെ അടുത്ത് തന്നെയാണ്, അതായത് 3-4 കിലോമീറ്റർ പോയി വരാനുള്ള ദൂരം ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഭക്ഷണമൊന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല. തിരിച്ച് വീട്ടിൽ വന്നതിന് ശേഷമാണ് ഭക്ഷണം കാര്യങ്ങളൊക്കെ കഴിഞ്ഞത്. അങ്ങനെ ഞങ്ങൾ ആ ഒരു സെക്ഷനിൽ നിന്ന് ഞങ്ങൾ പറഞ്ഞ പോലെ ഗാനമേള ഇതിലേക്ക് ഷിഫ്റ്റ് ചെയ്ത്, അതായത് ഗാനമേള കാണുന്നിടത്ത് ഇരിക്കാൻ വേണ്ടിയിട്ട് കസാരകളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ അവിടെ പോയി ഉമ്മയും ഇത്താത്ത അവിടെ പോയിരുന്നു. ഞാൻ മക്കൾക്ക് കൂടെ പോയി. എനിക്ക് അവിടെ ചെന്ന് കണ്ടതിൽ എനിക്ക് ഏറ്റവും പേടിയായിട്ട് തോന്നിയത് ആ ഒരു വലിയൊരു കൊക്കർണി എന്നാണ് തോന്നുന്നത്. അതായത് വലിയൊരു കുളം, അതിന് സൈഡൊക്കെ കെട്ടി അത് ഭയങ്കര സെറ്റ് ചെയ്തിട്ടുണ്ട്. എന്നാൽ നമുക്കൊരു പേടിപ്പെടുത്തണ ആ ഒരു ഇത് നീന്താൻ അറിയാത്തതുകൊണ്ട് പ്രത്യേകിച്ചും. അങ്ങനെ പിന്നെ ഗാനമേളൊക്കെ സൂപ്പറായിരുന്നു. നല്ല ഡാൻസും പിന്നെ അതേപോലെ തന്നെ ഒരുപാട് പാട്ടുകളുണ്ടായിരുന്നു. അങ്ങനെ അതൊക്കെ ആസ്വദിച്ച് പായസമൊക്കെ കുടിച്ച് പിന്നെ ഈ പറഞ്ഞ പോലെ ചായയൊക്കെ അതിൻ്റെ ഇടയിൽ ഞാൻ ഇടയ്ക്ക് എനിക്ക് മാത്രമായിട്ട് സ്പെഷ്യലായിട്ട് മേടിച്ചു. ഒന്നാമത്തെ ജലദോഷവും തൊണ്ടവേദനയൊക്കെ ഉള്ളതുകൊണ്ട് നല്ലൊരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു. എന്നാലും നമ്മൾ മക്കൾക്ക് വേണ്ടിയിട്ട് നമ്മൾ അതൊക്കെ മാറ്റി വെച്ച് കൂടെ നിന്ന്. ഞാനിതിലിപ്പോൾ വോയിസൊന്നും കൊടുക്കാണ്ട് തന്നെ കുറച്ച് പാട്ടൊക്കെ ഞാനിതിൽ കൊള്ളിക്കാട്ടാം. അതായത് അവിടെ നടന്ന ഇപ്പം നമുക്ക് എന്താ പറയുക, കോപ്പിറൈറ്റ് കിട്ടില്ല എന്നൊന്നും അറിയില്ല. ഇതൊക്കെ ഡയറക്റ്റ് പാടുന്ന പാട്ടുകളല്ല. അപ്പോൾ അതുകൊണ്ട് കോപ്പിറൈറ്റ് കിട്ടില്ല എന്ന് വിചാരിക്കണം. അപ്പോൾ നമുക്ക് കോപ്പിറൈറ്റ് ഒന്നും ഉണ്ടാവില്ല എന്നുള്ള പ്രതീക്ഷയിൽ നമുക്ക് കൊടുക്കാം. പിന്നെന്താണ് വേറെ, അതായത് നമുക്ക് പാടുന്നുണ്ടെങ്കിലും പാടാം. പിന്നെ അവിടെ ഒരുപാട് പ്രോഗ്രാമുകളൊക്കെ ഇടയ്ക്കിടയ്ക്ക് നടക്കണതുണ്ട് കേട്ടോ. അതായത് എന്തെങ്കിലും ഇപ്പോൾ നമുക്ക് വല്ല ഫങ്ഷനൊക്കെ വെക്കണമെന്നുണ്ടെങ്കിൽ അങ്ങനെയൊക്കെ അവിടെ പോയി വെക്കാം നമുക്ക്. അങ്ങനെയൊക്കെ അത് അവിടെ പറയേണ്ടിയിരുന്നു. വല്ല ബർത്ത്ഡേ, പിന്നെ അതുപോലെ തന്നെ എന്തെങ്കിലും കുട്ടികളുടെ വല്ല പ്രോഗ്രാമുകളോ അങ്ങനെയൊക്കെ നമ്മളെ വീട്ടിൽ എന്തെങ്കിലും ഫങ്ഷനൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അവിടെ ഇതേപോലെ ഓപ്പൺ ഏരിയയിൽ നമുക്ക് ചെയ്യാട്ടോ. പിന്നെ അങ്ങനെ ഞാൻ അവിടെയൊക്കെ കറങ്ങി നടന്ന് കണ്ട് പിന്നെ ഞാൻ ഈ പറഞ്ഞ പോലെ ചായയൊക്കെ കുടിക്കാൻ അങ്ങനെയൊക്കെ നീങ്ങി. ഐസ്ക്രീമൊക്കെ കഴിക്കണമെന്ന് ഉണ്ടായിരുന്നെങ്കിലും പിന്നെ ഷുഗറിൻ്റെ ആ ഒരു ബുദ്ധിമുട്ടുണ്ട്. പിന്നെ ഈ പറഞ്ഞ പോലെ തൊണ്ടവേദനയും ജലദോഷവും അതൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ ഞാൻ ഐസ്ക്രീം സ്കിപ്പ് ചെയ്ത് ഞാൻ ആ നേരം 1-2-3 ചായ വിത്തൗട്ട് ചായ കുടിച്ച് അങ്ങനെ മനസ്സ് നിറച്ച്. പിന്നെ സ്വിമ്മിങ് പൂളിൻ്റെ ആ ഒരു ഭാഗത്ത് ഒരുപാട് പിള്ളേർ, അവരുടെ സന്തോഷം അത് ഭയങ്കര ഒരു ഇത് തന്നെയാട്ടാ. സ്വിമ്മിങ് പൂളിൽ പറഞ്ഞ പോലെ എൻ്റെ മക്കളും പറഞ്ഞ പോലെ ഒരുപാടുണ്ടായിരുന്നു. ഇതിലിപ്പോൾ നമ്മൾ അറിയാണ്ട് എടുത്ത വീഡിയോസൊക്കെ തന്നെയാണ്. അതായത് അവർ കാണൽ ഇപ്പോൾ എന്തായാലും എല്ലാവരും എടുക്കണ്ടല്ല ആ ഒരു കൂട്ടത്തിൽ. ഇപ്പോൾ നമ്മൾക്കിപ്പോൾ യൂട്യൂബ് ചാനലുണ്ടെന്നൊന്നും അവിടെ നമ്മൾ പബ്ലിസിറ്റി ഒന്നും കൊടുത്തിട്ടൊന്നുമില്ല. അപ്പം എന്നാലും ആർക്കെങ്കിലും എന്തെങ്കിലുമൊക്കെ പരാതി ഉണ്ടെങ്കിൽ ഇതിൽ പൊരുത്തപ്പെടണം. പിന്നെന്താ വിശേഷം? അങ്ങനെ ഞാനിപ്പോൾ തട്ട് ദോശയൊക്കെ ഉണ്ടാക്കുന്നത്, ദോശയൊക്കെ കഴിക്കാനൊക്കെ ആഗ്രഹമൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ വയ്യാത്തതുകൊണ്ട് വേണ്ടാന്ന് വെച്ച് ചായയൊക്കെ കുടിച്ച് അഡ്ജസ്റ്റ് ചെയ്ത്. ഇപ്പോൾ വോയിസ് ഓവറൊക്കെ കൊടുക്കുന്ന സമയത്ത് എവിടെ എന്തൊക്കെ പറയുന്നുള്ളൊരു ഇതുമില്ല. പിന്നെ അങ്ങനെ ഒരു 9 മണിയൊക്കെ ആയപ്പോൾ ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് പോന്നു. 9:30 വീട്ടിലെത്തിയതിന് ശേഷം എല്ലാവരും കുളിയും ഇതൊക്കെ കഴിഞ്ഞ് ഫ്രഷായിട്ട് ഞാൻ ഈ പറഞ്ഞ പോലെ അൽഹംദുലില്ലാ സുഖമായിട്ട് കിടന്നുറങ്ങി. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല ബുദ്ധിമുട്ടുണ്ടായിരുന്നു. പിന്നെ 2 ദിവസം കഴിഞ്ഞിട്ട് ഇനിയിപ്പോൾ നാട്ടിലേക്ക് പോരേണ്ട ആ ഒരു തിരക്കും ഒക്കെ ആയതുകൊണ്ട് തന്നെ അങ്ങനെയെങ്കിലും ജലദോഷമൊക്കെ മാറ്റിയെടുക്കണം എന്നുള്ളതായിരുന്നു. ഇപ്പം ഞാൻ ഈ പറഞ്ഞ പോലെ ഇവിടെ വന്നതിന് ശേഷം ഇപ്പോൾ ഈ വോയിസ് ഓവറൊക്കെ കൊടുക്കുന്നത് 2-3 ദിവസമൊക്കെ ആയിട്ട് എടുത്തിട്ടുണ്ട് ഇപ്പോൾ ഈ വോയിസ് ഓവർ കൊടുത്ത് തീർത്തത്. ഈ കാണിക്കുന്നത് ഞാൻ അവിടെ ചെന്ന ആ സമയത്ത് എടുത്തിട്ടുള്ള ആ ഒരു ഭാഗം കേട്ടോ. ഇത് ഫസ്റ്റ് എഡിറ്റ് ചെയ്ത് കൊണ്ടുവരാൻ വിട്ടുപോയി. അപ്പോൾ അവിടെ ഒരുപാട് ചെടികളും നല്ല നല്ല ഇനങ്ങളിലുള്ള ഈ പറഞ്ഞ പോലെ മാവ്, പ്ലാവ്, പിന്നെ അതുപോലെ തന്നെ തെങ്ങ് അങ്ങനെ ഒരുപാട് വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. ഇത് പേർമാടം വെച്ച് കെട്ടിയേക്കണ്ടാണ്. ഇതൊക്കെ കാണാൻ നല്ല രസമുണ്ടായിരുന്നു. മാവും മാവിൽ നിറഞ്ഞു നിൽക്കണ മാങ്ങയൊക്കെ കണ്ടിട്ട് എനിക്ക് കൊതിയായി. പിന്നെ എന്താ ചെയ്യുക, കിട്ടില്ലല്ലോ എന്തായാലും.
പോസ്റ്റ് ചെയ്തതിന് ശേഷം കോപ്പിറൈറ്റ് ഒന്നെന്നുള്ളത് മനസ്സിലായി. അപ്പം ഞാൻ രണ്ടാമത് അത് ഡിലീറ്റ് ആക്കിയതിന് ശേഷം വോയിസൊക്കെ മ്യൂട്ട് ചെയ്തിട്ടാണ് ഞാനിപ്പോൾ വീഡിയോ അപ്ലോഡ് ചെയ്തത്. അപ്പോൾ എല്ലാവരും ക്ഷമിക്കുക. നല്ലൊരു ഗാനമേള തന്നെയായിരുന്നു. അവിടെ ഒരുപാട് പ്രോഗ്രാമുകൾ ഇതുപോലെ ഉണ്ട്. അപ്പോൾ നിങ്ങൾ വീടിന് തൊട്ടടുത്തുള്ളവരൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിലൊക്കെ ഒന്ന് പോയി പരിചയപ്പെടാൻ നോക്കണം. ഈ ഒരു സ്ഥലം നമ്മുടെ മക്കൾക്ക് ഏറ്റവും സന്തോഷം കൊടുക്കാൻ പറ്റിയൊരു ചെറിയൊരു സ്ഥലമാണ്. അധികം പൈസ ഇല്ലാണ്ട് തന്നെ. ഞങ്ങൾ പോരണ സമയത്തും നല്ല പ്രോഗ്രാം ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നതായിരുന്നു. പക്ഷേ ഒരുപാട് സമയം വെയിറ്റ് ചെയ്യാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ വീട്ടിലെത്തുമ്പോൾ ഒരുപാട് സമയമാവില്ലേ. നമ്മൾ പെണ്ണുങ്ങൾ മാത്രമല്ലേ ഉണ്ടായിരുന്നുള്ളൂ, പിന്നെ മക്കളൊക്കെ കുഞ്ഞുങ്ങളല്ലേ. അതുകൊണ്ട് തന്നെ നമ്മൾ വേഗം ഒരു 9 മണിയോടുകൂടി ഞങ്ങൾ വീട്ടിലെത്താൻ നോക്കി. അങ്ങനെ വീടൊക്കെ എത്തി, അൽഹംദുലില്ലാ, കുഴപ്പമൊന്നുമില്ല. ഇതിപ്പോൾ ഞാൻ അവിടെ നിന്ന് എടുത്ത ചെറിയൊരു ക്ലിപ്പുകളാണ്. പിന്നെ ഇത് എന്നിട്ട് അതിൻ്റെ ഫ്രണ്ട് ഭാഗം സെറ്റ് ചെയ്തൊക്കെ ഇങ്ങനെയാണ്. ആദ്യമായിട്ട് ഇറങ്ങുന്ന സമയത്ത് എടുക്കാൻ പറ്റിയില്ല. പിന്നെ പ്രത്യേകിച്ച് വിശേഷങ്ങളൊന്നുമില്ല. അപ്പം ഇൻഷാ അല്ലാഹ് നല്ല വീഡിയോ ഒക്കെ ആയിട്ട് ഇനിയും വരാം. ഇതുവരെ എന്നെ സപ്പോർട്ട് ചെയ്ത എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് നന്ദിയുണ്ട്. അപ്പം ഇൻഷാ അല്ലാഹ് താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ ബൈ. അസ്സലാമു അലൈക്കും.